ये आपका स्पेशल है गाइस ഞങ്ങൾ कुछ बोलना है कैमरा पे क्या ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പാരീസിലെ ലാസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഇവൻ്റെ മന്തിയൊക്കെ കഴിച്ചിട്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇന്ന് ഞാനും ബൽക്കിയും കൂടി നേരെ പോണത് ആംസ്റ്റർഡാമിലേക്കാണ്, നെതർലാൻഡ്സിലേക്കാട്ടോ. സോ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ യാത്രയ്ക്കാൻ വേണ്ടി. അവരെ കാണിക്കുന്നതിന് വേണ്ടി വണ്ടി ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ്. നീ എന്നിട്ട് വിഷ് ചെയ്താൽ കേട്ടോ. അല്ല അവിടെ നിന്നോ ഓക്കെ. വണ്ടി ആക്ച്വലി ഇതുവരെ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വണ്ടിയിൽ ഇവിടെ നമ്മൾ ലഗേജിൻ്റെ ബാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബാഗ് സാധാരണ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു. പക്ഷേ ഇവൾ വന്നതിന് ശേഷം ഈ സീറ്റ് പോയി. അപ്പോൾ അതെടുത്ത് ഇവിടെ സ്ട്രാപ്പ് ചെയ്യുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ഡെയിലി യൂസിന് ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്പർ പ്ലേറ്റ് വിസിബിളാണ്, ബാക്കി ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വിസിബിളാണ്. അപ്പം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ ഇനിയിപ്പോൾ നമുക്ക് ഇവരോട് സംസാരിക്കാം. ഒരു കടന്നു വരൂ. അപ്പോൾ തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പറ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അധിവസിച്ചിട്ടുള്ള ഒരു താങ്കളുടെ ഒരു മന്തി ഗൈസ്? ഞങ്ങൾ പോകുന്നില്ല ഗൈസ്. ഞങ്ങൾ ഏതായാലും 10 ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്യാനല്ല, ഇവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ 10 ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഇട്ടുള്ളത്. അല്ലല്ല നിങ്ങൾ കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ ഞങ്ങൾ ഭയങ്കര വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവമേ, മുതൽ പറഞ്ഞവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിനക്ക് തീരെ പോരട്ടെ. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനാണ് ട്രാവൽ ചെയ്യുന്നത്, ചേച്ചിയല്ല. ചേച്ചി നീ കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും പാരീസിൽ. ഞാനും മല്ലു ട്രാവലും കൂടി ആയിരിക്കും മൊത്തം. അടുത്ത പ്രാവശ്യം പ്ലാൻ എന്നറിയോ? ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇവർക്ക് വിസ അടിച്ചാൽ ഇവിടെ വേഗം ഫ്രാൻസിൽ കയറ്റിയും കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് യൂബർ ബുക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കി. ഇനി അങ്ങനെ നമുക്ക് ഞാൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണല്ലോ അല്ലേ? ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ള സംഭവം മാറ്റണേ. സോ താങ്ക് യു സോ മച്ച് ഗായ്സ്, നമ്മളെ ഹോസ്റ്റ് ചെയ്തതിനും നമ്മളെ ഫുഡൊക്കെ തന്നതിനും ഒരുപാട് നന്ദി. എപ്പോഴും എപ്പോൾ വന്നാലും ഉണ്ടാവും. എന്തായാലും വരും. അപ്പോൾ നമ്മൾ നേരെ പോകണം നിബിൻ ബ്രോൻ്റെ സ്വന്തം ആംസ്റ്റർഡാമിലേക്ക് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുന്ന് ആംസ്റ്റർഡാമിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ റോട്ടർഡാം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളും അവിടുന്ന് ആംസ്റ്റർഡാമിലേക്ക് കാഴ്ചകളൊക്കെയാണ്. അപ്പം ലെറ്റ്സ് ഗോ. താഴോട്ടാക്ക്. എന്നിട്ട് ബിലി ഒരു ഹെൽമെറ്റ് ഇടാൻ പോലും ഇവർക്ക് അറിയില്ല കേട്ടോ. നീ ഹലോ പറഞ്ഞേ. ബൽക്കി പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ക്യാമറയിൽ സംസാരിച്ച എന്തെങ്കിലും? ബൽക്കിൻ്റെ മൈക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഫുൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അയ്യോ പോവാട്ടോ. കാണാം. റെക്കോർഡാ പേടിക്കണ്ട. കാണാം. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ഓക്കെ, നമുക്കിനി പോകേണ്ട റൂട്ട് എടുത്തേ. ഞാൻ ഇടും വേണ്ട. Again. Thank you, Putta. Thank you again. Thank you. Bye. So let's go to Amsterdam. നല്ല വീടല്ലേ അവര്? മോള് സൂപ്പർ വീടല്ലേ? Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for, but babe, with me, you close the door. അതെ, കോട്ടക്കുളം പോലുണ്ട്. കുറച്ച് പേരെ ഒരു കോട്ടക്കുളം പോലുണ്ട്. വിരാജ്കോട്ട് വീട്ടിലെ ഒരു സ്റ്റോറിയില്ല. അറിയോ? നല്ല ഫ്രഷ്. അതാണ് മെയിൻ. അടിപൊളി ഫ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ
ഫൈനലി നമ്മൾ ഹൈവേയിലേക്ക് എത്തി. ഇന്ന് ഓൾമോസ്റ്റ് ഒരു 19 കിലോമീറ്റർ കറങ്ങി കേട്ടോ. അതാണ് ബാംഗ്ലൂർ നോക്കിയിട്ട് പോകുന്നത്. അതാണ് യൂറോപ്പിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരും. പക്ഷേ യൂറോപ്പിൽ നിന്ന് ആൾക്കാർ നാട്ടിലേക്ക് വരുന്നു. ഒരു റോഡുകളാണെന്ന് പറഞ്ഞാൽ When it ends, it ends. I really thought we might have been it, so my heart was shattered when it took the hit. Oh, I can't imagine doing all that again, even for one night. സമയം 7:21 PM ആയിട്ടോ. നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. അതിനിടയിൽ നമ്മൾ ഒരു നിർത്തി പെട്രോൾ അടിച്ച് ഫുഡ് അടിച്ചു. രണ്ടാമത് നമ്മൾ പെട്രോളിനെ ബ്രേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് കോഫി എടുക്കുന്നതിൻ്റെ ബൾക്കി ഫുള്ളും കരുവാളിച്ച് ഗായ്സ് മേക്കപ്പ് ഒക്കെ ഒലിച്ചിറങ്ങി ഇപ്പം കരുവാളിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മൾ ചായ കുടിക്കുന്നത് സ്ഥലം കേട്ടോ. ഇതൊരു ഭയങ്കര രസമാണ്. ഒരു 200 കിലോമീറ്റർ കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും എന്തായാലും. അപ്പോൾ 200 കിലോമീറ്റർ നല്ല അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് പിന്നെ ഇങ്ങനെ ചെറിയൊരു സ്നാക്സും ഒരു കോഫിയെല്ലാം വാങ്ങി കുടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു രസമാണ്. ഇത്രയായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എല്ലാം കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ. എന്തായാലും 30 മിനിറ്റ്സ് മിനിമം ഞാൻ ബ്രേക്ക് എടുക്കും. 2 hours ഡ്രൈവ്, 30 മിനിറ്റ്സ് ബ്രേക്ക്. നമ്മുടെ ബോഡിക്ക് നമ്മുടെ വണ്ടിക്ക് റെസ്റ്റ് വേണ്ടേ. അവനിവിടെ ക്യാഷിലിരിക്കുന്ന ഒരു അഫ്ഗാനി ചെക്കനാണ്. വണ്ടി കണ്ടിട്ട് അവൻ ഓടി വന്ന് നമ്മളോട് സംസാരിച്ച്. ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അവൻ ബെൽജിയം നാഷണാലിറ്റിയിലാണ്. നമ്മളിപ്പോൾ ഇത് ബെൽജിയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെൽജിയം നാഷണാലിറ്റിയാണ്. എന്നിട്ട് അവൻ ഒരുപാട് സംസാരിച്ച് വന്നിട്ട് 10 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. 5 വർഷമായിട്ട് ഈ ഒരു സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളോട് ചോദിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൻ ഒന്നും വേണ്ട. അവൻ ആദ്യം നിങ്ങൾ പറഞ്ഞു തന്നെ ഇതിനൊന്നും ബില്ലിയാൻ അടിക്കൂലായിരുന്നു. നമുക്ക് അറിയാണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത്രയും ദൂരം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. ഇപ്പോൾ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ये आपका स्पेशल है? हाँ यार, ये बेल्जियम का मशहूर है भाई. ये एक अफगानी के लिए अफगानी के it's from me. from India. From Afghanistan. Yes. Okay. We love India. Thank you bro. बल्कि try ചെയ്തിട്ട് നോക്കി എന്താ പറയാം. അടിപൊളി കേട്ടോ. ये बेल्जियम इसलिए ये फ्रिचेस के लिए शोकोलाट Wow. के लिए मशहूर है. सूपर ला. अच्छा है, बहुत अच्छा है भाई. आपका नाम बोलो. मेरा नाम वलीद. Thank you. Welcome brother. ഇപ്പം വന്നവനെ പറ്റി എനിക്കെന്താ പറയാനല്ലേ. വളരെ നല്ലൊരു മനുഷ്യന്. എന്താ അല്ല പറ. വേറെന്താ പറയാനുള്ളത്? അല്ല എന്നാലും മോന് വേറെ രാജ്യത്തിലൊരുത്തണം. മോന് നമ്മുടെ രാജ്യക്കാരനെ കണ്ടപ്പോൾ നമ്മളോട് സ്നേഹിക്കുന്നുണ്ടാവും. എന്താ പറയാനുള്ളത്? അടിപൊളി കേട്ടോ. ശരിക്കും ദുരന്തർ മൂവി എനിക്ക് ഓർമ്മ വന്നത്. ഇന്ത്യനെ സ്നേഹിക്കുന്ന അഫ്ഗാൻകാരൻ. അഫ്ഗാൻ പണ്ട് എന്നെപ്പോഴും ബൈ കേട്ടോ. അവർക്കും പാകിസ്ഥാൻ ഇഷ്ടമാണ്. അതിനകത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ബൽക്കി വാഷ്റൂം പോയിട്ടുണ്ട്. ഇവിടെ വാഷ്റൂം പോകാൻ നമ്മൾ പൈസ കൊടുക്കണം. നേരത്തെ കണ്ട അഫ്ഗാനിച്ചൊക്കെ എന്നോട് ഓൾറെഡി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കേണ്ടി വരും. എന്നെ വിളിച്ച് എനിക്ക് ഓപ്പൺ ആക്കി തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ബൽക്കി അവിടെ വാഷ്റൂമിൽ അവൻ്റെ കൂടെ പോയിട്ടുണ്ട്. സോ ബാഗും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ബാഗ് ഇങ്ങനെ ടൈ ചെയ്യുന്നത്. നമ്മൾ ഈ ബാഗ് സാധാരണ ബേക്കിലാണ് വെച്ചോളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇന്ന് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇത് ഫിറ്റാണ്. കാരണം പിന്നെ ഇതിൻ്റെ എയറോഡൈനാമിക് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഈ ഏരിയയിൽ ഒന്നും വരില്ല. കുലുങ്ങാനെ പിടിക്കാനൊന്നുമില്ല. ഇവിടെ ലോക്കുണ്ട്, അവിടെ ലോക്കുണ്ട്. ഇപ്പോൾ ഈ കയർ കഴിഞ്ഞാലും നമുക്കിവിടെ വേറെ കയറുണ്ട്. ഉണ്ടോ? ഈ കയർ ഇവിടെ കിടപ്പുണ്ട്. 2 എണ്ണം ടൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഈ ഒരു സാധനം ബിൽഡ് ചെയ്യുമ്പോൾ ഇതിനെ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ സൈഡിൽ നിന്ന് ഇതുവരെ ഓൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് ഹെൽപ്പായി. യാ താങ്ക് യു. അപ്പം മൂപ്പര് വന്നിട്ടുണ്ട്. कुछ बोलना है कैमरा पे? हाँ भाई, क्या बोलो? कुछ बोला आप? इंडिया लोग को बहुत शुभकामना. सही है? या एंड We are brothers. या अभी उसका एंगेजमेंट भी हो गया है. सो इंशाल्लाह Inshallah. विद इन फ्यू मंथ्स उसका आने वाली वाइफ भी आ रहा है. Yes. He got engaged I hope. and we wish you to have a very you, good bhai. married life in future. If I see some Indians here, because too much Indians are coming there, Okay. I help them a lot because I love India, and the people of India, they are very kind. So better you marry from India again. No, they are our brothers. So thank you for you take my video. Thank you. Bye. വിടാം നമുക്ക്. അപ്പം നമുക്ക് പോവാം. പിന്നെ എൻ്റെ മൈക്കിൻ്റെ ബാറ്ററി ഇരുന്ന് അതുകൊണ്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് ആസ് യൂഷ്വൽ ഹൈവേ തന്നെയാണ് കാണാൻ പോണത്. അപ്പം ഞാൻ
ആംസ്റ്റർഡാമിലെത്തിയിട്ട് മൈക്കൊക്കെ ചാർജ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ ആ ഒരു അഫ്ഗാനി പയ്യനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഞാൻ പറഞ്ഞില്ല. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close the door on everything we could have been. സമയം രാത്രി 11:30. ഞങ്ങളിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാമിലാണ്. അപ്പം വരുന്ന വഴിക്ക് സംഭവിച്ചത് മൈക്കിൻ്റെ ബാറ്ററി ഡെഡായി. നമുക്ക് ഒരുപാട് ഗാഡ്ജറ്റുകൾ ചാർജ് ചെയ്യണം കേട്ടോ. ഒന്ന് ക്യാമറൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണം, മൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണം, അതുപോലെ എൻ്റെ ഇൻ്റർകോം എൻ്റെ ചാർജ് ചെയ്യണം, അവളെ ഇൻ്റർകോം ചാർജ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടുപാളും കൂടി ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ലോങ് യൂറോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ഒറ്റക്കുള്ള സമയത്താണ് എനിക്ക് കറക്റ്റായിട്ട് ചാർട്ട് ഉണ്ട്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഇന്ന സാധനങ്ങൾ ചാർജ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കണമെന്നില്ല. അപ്പോൾ രണ്ടാളാകുമ്പോൾ എന്താ അതിൽ കുറച്ച് പാളിച്ച് വന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സോറി. ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്ന വഴിക്ക് മിസ്സായിട്ടുണ്ട്, വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വ്ളോഗ് ലെങ്ത്തും വളരെ കുറവായിരിക്കും. ഇതിനൊക്കെ റീസൺ ഇതാട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മളുള്ള നമ്മുടെ നിബിൻ ബ്രോൻ്റെ വീട്ടിലാണ്. പുള്ളി വരുന്നുണ്ട്. ഹായ് പറഞ്ഞു. ഹലോ. നമ്മൾ ആക്ച്വലി നെതർലാൻഡ്സിൽ എപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളിത് പുള്ളിയുടെ വീട്ടിലാട്ടോ. പുള്ളിയുടെ വീട് നമ്മുടെ വീട് അങ്ങനെ പറയാം. അപ്പം പുള്ളിയുടെ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് മൂവിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് എന്താ പറയാനുള്ളത്, നല്ല യാത്രയായിരുന്നു. ഓക്കെ, ടയർഡായി, ഉറക്കമൊക്കെ വരുന്നുണ്ട്, കണ്ണുമൂക്കൊക്കെ പോയിട്ടുണ്ട്, കുടിക്കുന്നില്ല അവസ്ഥയിലായിട്ടുണ്ട്. ബൈക്ക് ട്രിപ്പ് എന്ന് പറയാല് ഇത്ര ലോങ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നില്ലല്ലോ ഇത്, പക്ഷെ രസമുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നും. അത് നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ 540 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. എനിക്ക് എനർജി ഉണ്ട്, കാരണം നമുക്കിത് ശീലമാണ്, അവൾക്ക് ശീലമില്ല. അപ്പം ടു ബി ഓണസ്റ്റ് ഇവള് പുറകിൽ നിന്ന് കൂർക്ക വെച്ച് ഉറക്കായിരുന്നു ഉണ്ട്. അവൾ അത് എന്ന് വെച്ചാൽ എനിക്ക് കൂർക്കം വലിയ കേൾക്കാം, കാരണം നമ്മൾ രണ്ടുപേരുടെ ഹെൽമെറ്റുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് ബ്ലൂടൂത്തിൽ. അപ്പം ഇവളിങ്ങനെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം ഇങ്ങനെ അപ്പം എനിക്ക് മനസ്സിൽ ഉറക്കുന്നുണ്ടാവും. അപ്പം ഞാനപ്പം ക്രൂസ് കൺട്രോളൊക്കെ ഇട്ടിട്ട് ഒരു കൈനെ കൊണ്ട് ഇങ്ങനെ പിടിക്കും ബേക്കിൽ. പക്ഷെ അത് വീടില്ല കേട്ടോ, നമ്മളെ വണ്ടി അത്ര ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യും, നാളെ നമ്മളിവിടെ സ്റ്റേ ചെയ്യും, മറ്റന്നാൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ജർമ്മനി പോകും, ഒരു ദിവസം നമ്മൾ ജർമ്മനിയിൽ സ്റ്റേ ചെയ്യും, എന്നിട്ട് അവിടെ നമ്മൾ നേരെ സ്വിറ്റ്സർലാൻഡ് പോകും, അവിടെ നമ്മൾ 2-3 ദിവസം സ്റ്റേ ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് ഇറ്റലി പോയിട്ട് ഇറ്റലിയിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ചിട്ട് ഓസ്ട്രിയ, പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഏരിയയിൽ മലയാളികളാണെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ചെയ്യും, മെസ്സേജ് ചെയ്യും, നമുക്ക് മീറ്റ് ചെയ്യാം. നിങ്ങളെ ലോക്കലിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. കാരണം പല ഹിഡൻ ജംസ് ഉണ്ട് പല സ്ഥലങ്ങളും, നിങ്ങൾക്ക് അറിയും നിങ്ങൾ ഏരിയയിൽ എന്തൊക്കെയുള്ളതെന്നില്ല, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം ഞങ്ങളോട് ഷെയർ ചെയ്യും, നമുക്ക് രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് എല്ലാ മലയാളികളും കാണിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല കാഴ്ചകൾ വരാനുണ്ട്, നല്ല വീഡിയോസ് വരാനുണ്ട്. ഇന്നത്തെ വീഡിയോ നോക്കണ്ട, ഇന്നത്തെ വ്ളോഗ് നോക്കണ്ട കേട്ടോ. അടിപൊളി വ്ളോഗ്സ് ആംസ്റ്റർഡാമിൽ നിന്ന് വരാനുണ്ട്. നാളെ വിൻമില്ലിനടുത്ത് പോകുന്നുണ്ട്. നമ്മൾ പണ്ട് പോയിരുന്നു, ഞാൻ നിവിൻ ബ്രോയൊക്കെ പണ്ട് പോയ സ്ഥലമാണ്. സെയിം സ്പോട്ടിൽ ഞാനും ബൽക്കി നാളെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല കളർഫുൾ വ്ളോഗാണ് അടുത്ത് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? കമൻറ്റ് അടുത്ത വീഡിയോ കാണാം.